പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്കു ഒരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്കധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. ഗുരുദേവ വിശ്വാസികളായ സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ സഹോദരീ സഹോദരന്മാരെ, അഭ്യുദയകാംക്ഷികളായ ആത്മസുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും മാനവരാശിയുടെ രക്ഷകനും അനുകമ്പാമൂർത്തിയുമായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പുണ്യനാമധേയത്തിൽ എൻ്റെ സ്നേഹാദരവുകൾ അർപ്പിക്കുന്നു. കാലത്തിൻ്റെ മഹാപ്രവാഹത്തിൽ ഇന്നേ ദിവസത്തിനും അതിൻ്റേതായ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. ചരിത്രത്തെ അഗാധമാക്കുകയും കാലാതിവർത്തിയായ വിശ്വമാനവികതയെ സ്വാംശീകരിക്കുകയും ചെയ്ത നവോത്ഥാന നായകനും ആത്മീയതയുടെ സൂര്യതേജസ്സുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ 97ാമത് മഹാസമാധി ദിനമാണിന്ന്. അതുകൊണ്ട് തന്നെ സമാധി ദിനത്തിലൂടെ ഒരു സാർത്ഥക സഞ്ചാരം എന്ന വിഷയം കൂടുതൽ അനർത്ഥമാകുന്നു. ഗുരുദേവൻ്റെ മഹാസമാധിയുടെ ഒരു സവിസ്തര വിശദീകരണമോ അതിനു മുൻപും പിൻപും ഉണ്ടായ അത്ഭുതങ്ങളോ അനുഷ്ഠാന ക്രമങ്ങളെക്കുറിച്ചോ അല്ല പ്രധാനമായും ഇവിടെ പ്രതിപാദിക്കേണ്ടത് എന്നാണ് പ്രഭാഷകന്റെ സുനിശ്ചിതമായ അഭിപ്രായം. മാനവരാശിക്ക് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ മഹത്തായ സംഭാവന അദ്ദേഹത്തിൻ്റെ ഉദാത്തവും ഉത്കൃഷ്ടവുമായ ദർശനമാണ്. അതാണതിൻ്റെ ആത്മാവും അന്തസത്തയും. സമാധി ദിന ചിന്തകൾ ആ വഴിക്കാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഗുരുദേവകൃതിയായ ആത്മോപദേശ ശതകത്തിലെ 78ാമത്തെ പദ്യം ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ടും ചിന്തോദ്ദീപകമാണ്. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാദിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പ് ഒരു പൊരുളല്ലിതോർത്തിടയണം. ഗുരുദേവൻ്റെ ഈ നിയാമക തത്വപ്രഖ്യാപനം ഒരു പ്രപഞ്ച സത്യമോ പ്രതിഭാസമോ ആണെന്ന കാര്യം ചിന്താശീലമുള്ളവർക്കെല്ലാം സ്വീകാര്യമാണ്. നമുക്ക് ഈ പദ്യത്തെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒന്ന് സമീപിക്കാം. മരണമില്ല, ജനനമില്ല, ജീവിതമില്ല, ദേവന്മാരില്ല, ആദിയില്ല, അന്തമില്ല, കേവലം നാമരൂപങ്ങൾ മാത്രം. ഇത് മരുഭൂമിയിലമരുന്ന കാനൽ ജലം പോലെ തന്നെ. വാസ്തവത്തിൽ പരമാത്മതത്വം ആയ അറിവെന്ന പൊരുൾ ഈ പൊരുളല്ല. അറിവ് ശാശ്വതവും പരംപ്രകാശവുമാണ്. അത് ജനനം, മരണം, ജീവിതം, സ്വർഗം, നരകം, ദേവന്മാർ, അസുരന്മാർ ഇവയെല്ലാം കേവലം അപരാവിദ്യയിൽ വരുന്ന നാമങ്ങളും അവയെപ്പറ്റി രൂപപ്പെടുന്ന സങ്കല്പങ്ങളുമാണ്. ഇതൊന്നും യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യത്തിൻ്റെ രൂപത്തിൽ വരുന്ന തോന്നലുകളാണ്. മരുഭൂമിയിൽ വേനൽ, ചൂട്, ചുട്ടുപഴുത്ത മണൽ, ശൂന്യത, അനന്തത ഇവയൊക്കെയാണുള്ളത്. ഈ അനന്തതയുടെ ഇങ്ങേ അറ്റത്ത് നിന്ന് നോക്കുമ്പോൾ അങ്ങ് വെള്ളം തിളച്ചു പൊങ്ങുന്നത് പോലെ തോന്നും. ദാഹിച്ചു വരണ്ടു നിൽക്കുന്ന ഒരുവന് അങ്ങോട്ട് കുതിക്കാൻ തോന്നും. കുതിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും ദൂരെ മാറുന്നു. ഇതാണ് മരീചിക അല്ലെങ്കിൽ കാനൽ ജലം. ഇതേ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലും. പക്ഷേ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷ അനുഭവമായി മരീചി നീരുണ്ട്, എന്നാൽ കുടിക്കാൻ കിട്ടുകയുമില്ല. അന്വേഷിച്ച് ദാഹം തീർക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ നമുക്കുണ്ട്. ജീവിതത്തിൽ ജനനം, ജീവിതം, മരണം ഇവയൊക്കെ കടന്ന് അതീവമായ ഒരു പൊരുളായി, ശാശ്വത സത്യമായി പരമാത്മജ്ഞാനമുണ്ട്. മരീചിക മാത്രം. സത്യമായ ജലമല്ലെന്ന പൊരുൾ അറിയും പോലെ ഇക്കാര്യം ഏവരും അറിയുക തന്നെ വേണം. ഇതാണ് ഭഗവാൻ ഈ വരികളിലൂടെ പറഞ്ഞു തരുന്ന സാമാന്യ അർത്ഥവും ആശയവും. ഇവിടെ സന്ദർഭത്തിൻ്റെ സ്വാധീനവും പ്രേരണയും ശ്രോതാക്കൾക്ക് പ്രചോദനമാകുമെന്ന് പ്രത്യാശിക്കുന്നു.
യുഗപ്രഭാവനും കർമ്മയോഗിയുമായ ശ്രീനാരായണ ഗുരുദേവൻ കാലത്തിനു മുന്നേ നടന്ന ക്രാന്തദൃശി കൂടിയായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഭ്രാന്താലയ കേരളത്തെ നവോത്ഥാന കേരളമാക്കി മാറ്റിയ സമ്പൂർണ്ണ പ്രേരക ശക്തി ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും സമ്പൂർണ്ണ പുരോഗതിയുടെ വേലിയേറ്റം സൃഷ്ടിക്കുവാൻ ആ കർമ്മയോഗിക്ക് സാധിച്ചത് കേരളീയരുടെ മഹാഭാഗ്യമാണ്. പക്ഷേ ഗുണഭോക്താക്കളായ കേരളീയ സമൂഹം ഒരു പരിധിവരെ കൃതജ്ഞരും കൃത്യവിലോപികളുമാണെന്നുള്ളത് വേദനാജനകവും ഒപ്പം വിരോധാഭാസവുമാണ്. ഗുരുവിൻ്റെ പാവന സ്മരണകൾ പ്രോജ്വലിച്ചു നിൽക്കുന്ന ജയന്തി സമാധി ദിനങ്ങളിലെങ്കിലും നാം ഒരാത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. ഗുരു ജീവിച്ചിരുന്നപ്പോൾ തന്നെ അരുതെന്ന് വിലക്കിയതും കർശനമായി നിയന്ത്രിച്ചിരുന്നതുമായ ഒട്ടനവധി ദുരാചാരങ്ങളും സാമൂഹ്യ പുരോഗതിക്ക് വിലങ്ങുതടിയായി നിലകൊണ്ട് അന്ധവിശ്വാസ ജടിലമായ ആചാരാനുഷ്ഠാനങ്ങൾ ഇന്ന് സാർവത്രികമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. വിവാഹം, വിവാഹാനന്തര ചടങ്ങുകൾ, മരണം, മരണാനന്തര ചടങ്ങുകൾ, അതിവ്യയവും ആർഭാടവും വരുത്തിവയ്ക്കുന്ന ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങൾ, ക്ഷേത്രങ്ങളിൽ കരിയും കരിമരുന്നും വേണ്ട എന്ന ഗുരുദേവ കൽപ്പനയുടെ തിരസ്കാര ഭാവങ്ങൾ, ഇവയൊക്കെ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അരങ്ങ് തകർക്കുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ദുരന്ത ഫലങ്ങളും നമ്മൾ അനുഭവിക്കുന്നു. ഗുരുദേവ സന്ദേശങ്ങൾ നമ്മൾ സമഗ്രമായി പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം ഏറെ പഠനാർഹമാണ്. അതായത് ആർഭാടത്തിന് വേണ്ടിയല്ല, ആദർശത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ആദർശ ജീവിതത്തിന് വേണ്ടി ജീവിതാന്ത്യം വരെ ഗുരുദേവൻ നിലകൊണ്ടു. നമുക്ക് മറ്റൊരു ഗുരുദേവനായി ജീവിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഗുരുദേവൻ്റെ അനുയായിയായി മാറാൻ സാധിക്കും. ആ വഴിക്കൊന്ന് ചിന്തിക്കാൻ ഈ സമാധി ദിന ചിന്തകൾ നമുക്ക് കരുത്തു പകരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോരെരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. സൃഷ്ടിവർഗത്തിൻ്റെ കിരീടമെന്ന് അഭിമാനിക്കുന്ന മനുഷ്യന് ആദർശ സമ്പുഷ്ടമായൊരു ജീവിതം നയിക്കുവാൻ ഗുരുവിൻ്റെ ഈ അതുല്യ അമൃതവാണികൾക്ക് സുരക്ഷാകവചം ഒരുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ലോകൈകവന്ദ്യനും മാനവരാശിക്കെന്നെന്നും ഒരത്ഭുത പ്രതിഭാസവുമായി നിലകൊള്ളുകയും ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ്റെ ദിവ്യ മഹാസമാധി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1928 സെപ്റ്റംബർ 20 പകൽ 3:30 ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഇന്ന് 97 സംവത്സരം നമ്മൾ പൂർത്തീകരിക്കുകയാണ്. സ്വാഭാവികമായും സാന്ദർഭികമായും ലക്ഷോപലക്ഷം വരുന്ന ഗുരുഭക്തരും അനുഭാവികളും ആരാധകരും മഹാസമാധിയെക്കുറിച്ച് സാമാന്യമായിട്ടെങ്കിലും അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. ഗുരുദേവൻ്റെ അവസാന ദിനങ്ങൾ രോഗം കൊണ്ടും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൊണ്ടും കുറേയധികം പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. ധാരാളം ഡോക്ടർമാരും ആയുർവേദ ഭിഷഗ്വരന്മാരും മാറി മാറി ചികിത്സിച്ചിട്ടും കാര്യമായ ആശ്വാസം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും രോഗം കലശലായി മാറുകയും ചെയ്തു. 1103 ഇടവം പകുതി കഴിഞ്ഞപ്പോൾ തൃപ്പാദങ്ങളുടെ അസുഖം വർദ്ധിച്ചു. തൃപ്പാദങ്ങളെ പേട്ടയിൽ മാതുമുതലാളിയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുതലാളിയുടെ ഭാര്യ ഡോക്ടർ പൽപ്പുവിൻ്റെ ഇളയ സഹോദരിയായിരുന്നു. നാഗർകോവിൽ നിന്നും ഡോക്ടർ നോബിളിനെയും നെയ്യൂർ ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ സോമർവെല്ലിനെയും വരുത്തി. അവർ ഗുരുദേവനെ സൂക്ഷ്മമായി പരിശോധിച്ചു. ചികിത്സിക്കാൻ തക്കതായ അസുഖങ്ങളൊന്നും ഗുരുദേവനില്ലെന്നായിരുന്നു ഡോക്ടർ സോമർവെല്ലിൻ്റെ അഭിപ്രായം. ഇതിനിടയിൽ ചാവറകോട്ട് മാർത്താണ്ഡൻ വൈദ്യർ ഗുരുദേവനെ ചാവറകോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഇതേ കാലയളവിൽ മഹാനായ അയ്യൻകാളി അവിടെ വന്ന് ഗുരുവിനെ സന്ദർശിച്ചു. അയ്യൻകാളി
ആദരപൂർവ്വം ഗുരുവിനെ വന്ദിച്ചു. ഏറെ ദുഃഖിതനായ അയ്യങ്കാളിയോട് ഗുരു ഇപ്രകാരം മൊഴിഞ്ഞു: നാം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഇത് കേട്ടുകഴിഞ്ഞ് അയ്യങ്കാളി വികാരപരവശനായി ഗുരുദേവനെ സാഷ്ടാംഗം പ്രണമിച്ച് മടങ്ങിപ്പോയി. സംഭവവിപുലമായ കാര്യങ്ങൾ അങ്ങനെ നീങ്ങവേ ഗുരുവിനെ ശിവഗിരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഭക്തജനങ്ങൾ അവിടെ വന്നു. കോട്ടയത്ത് നിന്ന് വയസ്കര മൂസ് എത്തി. അദ്ദേഹം മൂത്രതടസ്സത്തിന് ഒരു മരുന്നുണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചപ്പോൾ മൂത്രതടസ്സം കൂടുകയാണ് ഉണ്ടായത്. ഗുരുവിൻ്റെ ചുറ്റും നിന്നിരുന്ന ഭക്തജനങ്ങളോട് ഗുരുദേവൻ മൊഴിഞ്ഞു: മരണത്തിൽ ആരും ദുഃഖിക്കരുത്. കന്നി 5 നല്ല ദിവസമാണ് എന്നുകൂടി കൂട്ടിച്ചേർത്തു. 1104 കന്നി 5-ാം തീയതി പ്രഭാതമായി. സൂര്യദേവൻ കറുത്ത മേഘപാളിക്ക് പിന്നിൽ ഒളിച്ചു. ചാറ്റൽ മഴ കണ്ണുനീർത്തുള്ളി പോലെ പെയ്യുന്നു. അന്തരീക്ഷം ആകപ്പാടെ മൂടിക്കെട്ടിയതുപോലെ. ഉച്ചയായപ്പോഴേക്കും മഴ മാറി മാനം തെളിഞ്ഞു. സമയം 3 മണി. സമീപത്ത് നിന്ന ശിഷ്യരോടായി തെളിഞ്ഞ സ്വരത്തിൽ സ്വാമി പറഞ്ഞു: നമുക്ക് നല്ല ശാന്തി തോന്നുന്നു. നേരത്തെ കണ്ട അസ്വസ്ഥതകളുടെ ശോകരേഖകൾ മാറി ആ മുഖത്ത് ഒരു നവതേജസ് നിറഞ്ഞു. ദൈവദശകം ചൊല്ലാൻ അദ്ദേഹം കൽപ്പിച്ചു. ശിഷ്യന്മാർ ഭക്തി നിർഭരമായി ദൈവദശകം ചൊല്ലി. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എന്ന അവസാനത്തെ വരികൾ കേട്ടുകൊണ്ടിരിക്കെ ആ കർമ്മയോഗിയുടെ നയനങ്ങൾ സാവധാനം അടഞ്ഞു. അവിടുന്ന് ബ്രഹ്മലീനനായി. അങ്ങനെ ആ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരുദേവൻ അനശ്വരതയുടെ അനന്ത ദിവ്യ ജ്യോതിസ് മഹാസമാധിയായി. അതും ഇതുമല്ല, സദർത്ഥമല്ല, അഹം സച്ചിത് അമൃതമെന്നു തെളിഞ്ഞു ധീരനായി. സദസതിഥി പ്രതിപത്തിയറ്റ് സത്വവും ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം. ഉപനിഷത്ത് തുല്യമായ ഉപാസനയോടെ ഇവിടെ ആത്മോപദേശ ശതകത്തിൻ്റെ മുക്തി ശതകത്തിൻ്റെ സവിനയ സമർപ്പണത്തോടുകൂടി സമാധി ദിനത്തിലൂടെ ഒരു സാർത്ഥക സഞ്ചാരം എന്ന പ്രഭാഷണത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. ഗുരുദേവൻ നമ്മെ നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.